പ്രേമകാന്തനെ കാണാം. സുന്ദരരൂപനെ ഞാൻ ഈ മേഘമതിൽ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. സുന്ദരരൂപനെ ഞാൻ ഈ മേഘമതിൽ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടി കൊണ്ടു മരിച്ചവരെന്ന് മശിഹായോടു വാഴുമ നാട്ടിൽ. കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടി കൊണ്ടു മരിച്ചവരെന്ന് മശിഹായോടു വാഴുമ നാട്ടിൽ. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. പൊന്മണിമാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം. നാഥനെന്നെ ധരിപ്പിക്കുമെന്ന്. പൊന്മണിമാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം. നാഥനെന്നെ ധരിപ്പിക്കുമെന്ന്. കണ്ണുനീരാകെ ഒഴിഞ്ഞിടുമേ. 1000 ആണ്ടു വസിക്കും അവനുടെ നാട്ടിൽ. എനിക്കായൊരുക്കിയ വീട്ടിൽ. കണ്ണുനീരാകെ ഒഴിഞ്ഞിടുമേ. 1000 ആണ്ടു വസിക്കും അവനുടെ നാട്ടിൽ. എനിക്കായൊരുക്കിയ വീട്ടിൽ. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. പകലിൽ അവിടെ പ്രശോഭിതമായൊരു നാട്. 4 ജീവികൾ പാടും അവിടെ. പകലിൽ അവിടെ പ്രശോഭിതമായൊരു നാട്. 4 ജീവികൾ പാടും അവിടെ. ജീവജല നദിയുണ്ടവിടെ. ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം. നല്ലൊരു ഭുവനദേശം. ജീവജല നദിയുണ്ടവിടെ. ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം. നല്ലൊരു ഭുവനദേശം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 28 മുതൽ 30 വരെ. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇത് എന്തോ ഒരു വന്ദനമെന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. ഭയപ്പാടകറ്റുന്ന ദൈവവചനം, ഭയപ്പാടകറ്റുന്ന ദൂത്, ഭയം മാറ്റുന്ന ദൈവ ശബ്ദം. ദൈവത്തിന് സ്തോത്രം. അതാണ് കന്യാമറിയാമിൻ്റെ കാതുകളിൽ പതിച്ചത്. അത് ഹൃദയത്തിലേക്കും കടന്നു ചെല്ലുകയാണ്. പക്ഷേ ഹൃദയം ചൂടുപിടിക്കുന്നു. എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? ഇപ്പോൾ ആലോചന മുമ്പോട്ട് പോകുന്നതിന് മുൻപ് ഗർഭം ധരിക്കുമെന്നോ മനസ്സിലാകുന്നില്ല. എന്തൊക്കെയായിരിക്കും എൻ്റെ ഭവിഷ്യത്ത്? ആളുകൾ എന്ത് പറയും? എങ്ങനെ മനുഷ്യരുടെ മുഖത്ത് നോക്കും? വിവാഹം കഴിയാത്തൊരു സ്ത്രീ അവൾ ഗർഭിണിയായി എന്ന് പറയുമ്പോൾ
ആളുകൾക്ക് എന്തായിരിക്കും ചിന്താഗതി, ആളുകളുടെ മനോഭാവം എന്തായിരിക്കും, എങ്ങനെ ഈ ജനത്തെ ഒന്ന് ഞാൻ അഭിമുഖീകരിക്കും, എന്ത് ചെയ്യും, ഭവിഷ്യത്തുകൾ ഓർത്തപ്പോൾ ആകെ വെപ്രാളം. അതുകൊണ്ടാണ് ഭയപ്പെട്ടു പോയത്, അതുകൊണ്ടാണ് വിറയലോടെ അമ്പരപ്പോടെ നിന്നത്. എന്നാൽ ദൂതൻ ഒന്നൊന്നായി സംസാരിച്ച് വന്നപ്പോൾ ആ പരിഭ്രമം മാറുന്നു. ദൂതൻ ഓരോന്ന് സംസാരിച്ച് വന്നപ്പോൾ വചനത്തിൻ്റെ അറിയിപ്പ്, വചനത്തിൻ്റെ വചനിപ്പ് അത് കേട്ടപ്പോൾ ഭയം മാറി വരുന്നു, പരിഭ്രമം മാറി വരുന്നു. അപ്പോൾ ശാന്തമായി ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ദൂതൻ പറഞ്ഞു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഇനി സംശയമില്ല. ഉടനെ പറഞ്ഞു, കൂപ്പയ്യോടെ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് പോലെ ഭവിക്കട്ടെ. ആ വാക്യം നമുക്ക് വായിക്കാം. ലൂക്കോസ് 1-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യം മുതൽ. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ വചനത്തിന് മുന്നിൽ തന്നെ സമർപ്പിച്ചു. ഡെഡിക്കേഷൻ. ദൈവവചനത്തിന് മുന്നിൽ തന്നെ ഡെഡിക്കേറ്റ് ചെയ്തു, തന്നെ സമർപ്പിച്ചു. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ എന്ന് ദൂതൻ പറഞ്ഞപ്പോൾ വിശ്വാസം ഹൃദയത്തിൽ നട്ടുകിട്ടി, വിശ്വാസം ഹൃദയത്തിൽ പാകിക്കെട്ടി, വിശ്വാസം ഹൃദയത്തിൽ വേരോടി. പറയുകയാണ്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. ഭവിഷ്യത്ത് ചിന്തിക്കുന്നില്ല, ഇനി നാളെ എന്തെന്ന് ചിന്തിക്കുന്നില്ല, മനുഷ്യരെന്ത് പറയുമെന്ന് ചിന്തിക്കുന്നില്ല, മനുഷ്യരെങ്ങനെ നിരൂപിക്കുമെന്ന് ചിന്തിക്കുന്നില്ല, മനുഷ്യരുടെ ഇടയിൽ കൂടി എങ്ങനെ നടക്കുമെന്ന് ചിന്തിക്കുന്നില്ല, ആളുകൾ അധിക്ഷേപിക്കുകയില്ലേ എന്ന് ചിന്തിക്കുന്നില്ല, വലിയ അപമാനം വരില്ലേ എന്ന് ചിന്തിക്കുന്നില്ല, എങ്ങനെ ഈ നാട്ടിലും വീട്ടിലും ജീവിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല. വചനം കേട്ടു, ഒന്നും ചിന്തിക്കാതെ തന്നെ കർത്താവിന് കൊടുത്തു. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ മർമ്മം കാണാം. ഈ ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് നമ്മുടെ ജീവിതം ഭാഗ്യകരമായ അനുഭവത്തിലേക്ക് നീങ്ങുന്നത്. ക്രിസ്തു നമ്മിൽ ഉരുവാകണമെങ്കിൽ ഒരു സമർപ്പണം നമ്മിലുണ്ടാകണം. ക്രിസ്തു നമ്മിൽ ജനിക്കണമെങ്കിൽ, ഒരു വീണ്ടും ജന അനുഭവം നമുക്ക് ലഭിക്കണമെങ്കിൽ ഒരു സമർപ്പണം കൂടിയേ കഴിയൂ. സമർപ്പണം വേണം. നാം എന്തെങ്കിലും സമർപ്പണം എടുത്തിട്ടുണ്ടോ? ചിന്തിക്കൂ. ദയവായി നിങ്ങൾ ചിന്തിക്കൂ. ഒരു സമർപ്പണം എടുത്തിട്ടുണ്ടോ? മനസ്സറിഞ്ഞ് ഇനിയൊരു പാവം എന്നിൽ വരികയില്ല, കർത്താവേ എന്നെ നിൻ്റെ പാദപീഠത്തിൽ ഞാൻ സമർപ്പിക്കുന്നു. മനസ്സറിഞ്ഞ് ഞാൻ കോപിക്കുകയില്ല, മനസ്സറിഞ്ഞ് ഞാൻ ആരെയും വിമർശിക്കുകയില്ല, പരദൂഷണം പറയുകയില്ല, മനസ്സറിഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കുകയില്ല. കർത്താവെ, ഒരു തെറ്റായ കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. ഒരു ഡെഡിക്കേഷൻ, ഒരു ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ളതായ ഒരു സമർപ്പണം, ഡെഡിക്കേഷൻ. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. നാളെ വരെ അങ്ങനെ ഒരു സമർപ്പണം നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ, കന്യമറിയാൻ പറഞ്ഞ വാക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരട്ടെ. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആ ശബ്ദം വരട്ടെ. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം പോലെ സംഭവിച്ചു കൊള്ളട്ടെ. ദൈവത്തിൻ്റെ വചനം എന്നിൽ നിറവേറട്ടെ. ദൈവത്തിൻ്റെ വചനപ്രകാരം എന്നിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് ഞാനിതാ എന്നെ തന്നെ താഴ്ത്തി കൊടുക്കുന്നു. കന്യമറിയാം സമർപ്പിച്ചു, വ്യക്തമായ സമർപ്പണമാണ് എടുത്തത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും ഒരുപക്ഷേ ചിലപ്പോൾ നിങ്ങൾ ശിശുവായിരുന്ന കാലത്ത് സ്നാനത്തിൽ നിങ്ങൾ സമർപ്പണം എടുത്ത് കാണണം. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. പക്ഷേ ആ സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ നാം പാലിച്ചിട്ടുണ്ടോ? അന്ന് പറഞ്ഞതായ വാക്ക് നാം പാലിച്ചിട്ടുണ്ടോ? പലപ്പോഴും വാക്ക് മാറിപ്പോയിട്ടില്ലേ? നമ്മുടെ സമർപ്പണത്തിൽ നാം തെറ്റിപ്പോയിട്ടില്ലേ? നമ്മുടെ തീരുമാനം ലംഘിച്ചു പോയിട്ടില്ലേ? നമ്മുടെ ജീവിതത്തിൽ പാപം വന്നു പോയിട്ടില്ലേ? സാത്താൻ അവകാശമുള്ള പലതും നമ്മുടെ ജീവിതത്തിൽ ഇല്ലേ? ഇന്നും പിശാച് അവകാശം പറയുന്ന, സാത്താൻ നമ്മിൽ കുറ്റം ചുമത്തിക്കൊണ്ട് നിൽക്കുന്ന, അപവാദിയായ പിശാച് നമ്മെ കുറ്റം ചുമത്തിക്കൊണ്ട് നിൽക്കുന്ന ചില കാര്യങ്ങൾ ഇന്നും പച്ചയായി നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നില്ലേ? ഒന്ന് ചിന്തിക്കൂ. നിങ്ങൾക്ക് രക്ഷപ്പെടാം. പിശാച് അവകാശം പറയുന്ന എല്ലാ ഹീനതകളിൽ നിന്നും നിങ്ങളെ വിടുവിക്കുവാൻ കർത്താവായ യേശുവിന് കഴിയും. ഒറ്റയ്ക്കൊരു കാര്യം, കർത്താവേ, ഇന്ന് ഞാൻ വീണ്ടും എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. പലപ്പോഴും പറഞ്ഞിട്ടുള്ള വാക്ക് ഇന്ന് ഞാൻ ആവർത്തിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടുള്ള വാക്ക് പാലിക്കാൻ ഇതുവരെയും കഴിഞ്ഞില്ല. പക്ഷേ ഇന്ന് നാഥ, ഞാൻ തിരുമുമ്പാകെ വന്ന് ഞാൻ നിന്നോട് വാക്ക് പറയുന്നു. കർത്താവേ, ഞാൻ നിൻ്റെ ദാസി, ഞാൻ നിൻ്റെ ദാസൻ. നിൻ്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ.
നിൻ്റെ വാക്ക് പോലെ ഭവിക്കട്ടെ. ഒരു സമർപ്പണം എടുത്തു കഴിഞ്ഞപ്പോഴാണ് പിന്നെ കാര്യങ്ങൾ ആകെ മാറി. അടുത്ത പാരഗ്രാഫ് തുടങ്ങുന്നത് എന്താണ്? വായിച്ച് 39 വാക്യം. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. സെക്കരിയാവിന്റെ വീട്ടിലെത്തി എലിശബത്തിനെ വന്ദിച്ചു. നാട്ടിൽ നിൽക്കാൻ നിർത്തിയില്ലാതായി, നാട്ടിൽ ജീവിക്കാൻ വയ്യാതായി, നാട്ടിലാകെ എല്ലാവരുടെയും മുമ്പിൽ ഒരു പരിഹാസപാത്രമായി തീർന്നു. അതാണ്ട് കല്യാണം ആലോചിച്ച് തുടങ്ങുന്നേ ഉള്ളൂ, പെൺകുട്ടി ഗർഭിണിയായി തീർന്നിരിക്കുന്നു. എന്തൊരു അപമാനകരമായ കാര്യം! ആളുകളെല്ലാം ഇതങ്ങ് ഒരു ചർച്ചാ വിഷയമായി, നാട്ടിലാകെ പരിഹാസ വിഷയമായി, ആ നാട്ടിൽ നിൽക്കാൻ വയ്യാതായി. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. സെക്കരിയാവിൻ്റെ വീട്ടിലെത്തി എലിശബത്തിനെ വന്ദിച്ചു. ബന്ധപ്പെട്ട് ഓടിപ്പോവുകയാണ്, നിൽക്കക്കള്ളിയില്ലാതെ ഓടുകയാണ്. ഒരു കാര്യം ഉറച്ചുകൊള്ളൂ, ക്രിസ്തു ഉരുവായാൽ, അതിനുള്ളൊരു സമർപ്പണം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാവരും ആക്ഷേപിക്കും, സകലരും തെറ്റിദ്ധരിക്കും. വ്യക്തമാണത്. ആത്മീയ ജീവിതത്തിൻ്റെ പരമപ്രധാനമായ ഒരു കാര്യമാണ്. നിങ്ങൾ വാസ്തവമായി ക്രിസ്തു നിങ്ങൾ ഉരുവാകാൻ നിങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ, വാസ്തവമായി ക്രിസ്തു നിങ്ങൾ ഉരുവായിട്ടുണ്ടെങ്കിൽ, ക്രിസ്തു നിങ്ങളുടെ ഉള്ളത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ, ഹൃദയത്തിൽ ക്രിസ്തു വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അപമാനം വരും, സംശയിക്കേണ്ട. നിങ്ങൾ ചെയ്യാത്ത തെറ്റുകൾ നിങ്ങളുടെ മേൽ ആരോപണം വരും. നിങ്ങൾ അറിയാത്ത തെറ്റുകൾ നിങ്ങളുടെ മേൽ ആരോപണം വരുമെന്ന് മാത്രമല്ല, ആളുകൾ നമ്മെ പരിഹസിക്കും, ആളുകൾ നമ്മെ നിന്ദിക്കും, ആളുകൾ നമ്മെ അപമാനിക്കും. പലതരത്തിൽ ഒരു സമയത്ത് നമുക്കുണ്ടായിരുന്ന മാന്യത പോകും, ഒരു സമയത്ത് നമുക്കുണ്ടായിരുന്ന ബഹുമാന്യത പോകും, ഒരു സമയത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആദരവ് പോകും. എല്ലായിടത്തും നാം ഒരു പരിഹാസപാത്രമായി തീരും. ദൈവത്തിന് സ്തോത്രം. ഏതോ ഒരു കെടുതി വന്നതിനെ പോലെ ചിലർ നമ്മളെ സഹതാപത്തോടെ നോക്കും. ഏതോ ഒരു മണ്ടത്തരം പറ്റിയവനെ പോലെ ആയിരിക്കും ആളുകൾ നമ്മെ നോക്കുന്നത്, ഏതോ ഒരു വിഡ്ഢിത്തം പറ്റിയവനെ പോലെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് നിങ്ങൾ പുഞ്ചിരിയോടെ ഏറ്റെടുക്കുമെങ്കിൽ, ഈ നിന്ദകൾ സന്തോഷത്തോടെ വഹിക്കുമെങ്കിൽ, ആളുകളുടെ പരിഹാസം നിങ്ങൾ സന്തോഷത്തോടെ വഹിക്കുമെങ്കിൽ, നിങ്ങൾക്ക് വിശ്വാസ ജീവിതം സമാധാനമായി കൊണ്ടുപോകാൻ പറ്റും. ആത്മീയ ജീവിതം സുശോഭനമായി നയിക്കാൻ പറ്റും, സന്തോഷകരമായി നയിക്കാൻ പറ്റും. ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നേറാൻ പറ്റും. ഡെഡിക്കേഷൻ കഴിഞ്ഞാൽ പേഴ്സിക്യൂഷൻ വരും, ഉറപ്പാണത്. ഡെഡിക്കേഷൻ എടുത്തോ, സമർപ്പണം എടുത്തോ, ഉടനെ ഇതാ പിന്നാലെ വരുന്നു ഒരു പേഴ്സിക്യൂഷൻ. ദൈവത്തിന് സ്തോത്രം. കന്യാമാതാവ് പേഴ്സിക്യൂഷനെ നേരിടേണ്ടി വന്നു, കന്യാമാതാവ് പീഡയെ നേരിടേണ്ടി വന്നു, കന്യാമാതാവ് എതിർപ്പിനെ നേരിടേണ്ടി വന്നു, കന്യാമാതാവ് അപമാനത്തെ നേരിടേണ്ടി വന്നു. ദൈവത്തിന് സ്തോത്രം. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. സെക്കരിയാവിൻ്റെ വീട്ടിലെത്തി എലിശബത്തിനെ വന്ദിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത കൃപയാൽ ഗർഭിണിയായി തീർന്ന എലിശബത്തിനെ, ഈ വാർദ്ധക്യത്തിൽ ഗർഭിണിയായി തീർന്ന എലിശബത്തിനെ മറിയാൻ പോയി കാണുകയാണ്. മലാഖ പറഞ്ഞു, മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം, ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞു. അവിടെ ചെന്നാൽ തുല്യ ദുഃഖിതർക്ക് ഒരുമിച്ച് കൂടാമല്ലോ എന്ന് വിചാരിച്ചു. തുല്യ ദുഃഖിതർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഒരേപോലെ ദുഃഖം അനുഭവിക്കുന്നവർ. അതോടെ എലിശബത്തിന് ദുഃഖമൊന്നുമല്ല, സന്തോഷമാണ്. പക്ഷേ എല്ലാവർക്കും എലിശബത്ത് ഒരു പരിഹാസപാത്രമാണ്. കണ്ടില്ലേ, വാർദ്ധക്യമായി ഇപ്പോൾ കണ്ടേ ഗർഭിണിയായിരിക്കുന്നു. എല്ലാവർക്കും ഒരു കൗതുകം, എല്ലാവർക്കും ഒരു പരിഹാസം. ആ എലിശബത്തിൻ്റെ അരിയിലേക്ക് കന്യാമറിയാൻ പോവുകയാണ്. അവിടെ ചെന്നു. പേഴ്സിക്യൂഷൻ വന്നാൽ അതിന് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴി, ഒരു ഫെലോഷിപ്പിലേക്ക് പോവുക. പേഴ്സിക്യൂഷൻ വരുമ്പോൾ നിങ്ങൾക്ക് തൻ്റെ ഇടത്തോടെ അതിനെ ചെറുത്ത് നിൽക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ഫെലോഷിപ്പ് വേണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്നു, ഞാൻ 17-ാമത്തെ വയസ്സിലാണല്ലോ മാനസാന്തരപ്പെട്ടത്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ജീവിതം കർത്താവിന് 17-ാമത്തെ വയസ്സിൽ കൊടുത്തു. അന്ന് ജീവിതം അങ്ങ് തകർന്ന് നിരാശയിലായിരുന്നു, മനസ്സ് ഉഷ്ണിച്ചിരിക്കുകയായിരുന്നു, ആരോഗ്യമില്ലാത്തതിനെ പോലെ കഴിയുകയായിരുന്നു, ഏകാഗിയായിരുന്ന് മനസ്സ് വേദനിച്ച്, മനസ്സ് ദുഃഖിച്ച് കരയുകയായിരുന്നു. എൻ്റെ അമ്മയും ഞാനും എൻ്റെ പെങ്ങളും ഞങ്ങൾ 3 പേര് മാത്രമുള്ള ഒരു കൊച്ചു കുടുംബം. ഈ വീട്ടിൽ ഞങ്ങൾ കരഞ്ഞുകൊണ്ടിരുന്ന കാലങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്, പകലും രാവും. പലപ്പോഴും രാത്രി ഞാൻ ഉറക്കത്തിലിടയ്ക്ക് എഴുന്നേറ്റാൽ അമ്മയുടെ ഏങ്ങലടികൾ കേൾക്കാം, അമ്മ കരയുന്നത് കേൾക്കാം. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും 30-ാമത്തെ വയസ്സിൽ വിധവയായി തീർന്ന എൻ്റെ അമ്മയുടെ ഏങ്ങലടികൾ കേട്ടിട്ടാണ് ഞാൻ വളർന്നത്. ഒപ്പം ഞാനും കരയും, എൻ്റെ പെങ്ങളും കരയും. കരച്ചിലിൻ്റെ ഒരു വീടായിരുന്നത്, കരച്ചിലിൻ്റെ വീട്. ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എന്നാൽ ഞാൻ ദൈവശബ്ദം കേട്ടു, ദൈവത്തിൻ്റെ വചനം കേട്ടു. ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ എന്തൊരു അത്ഭുതം! അതൊരു കൃപയായിപ്പോയി, അതൊരു കൃപയായിരുന്നു. ദൈവവചനം എൻ്റെ ഉള്ളത്തെ തൊട്ടു, ദൈവവചനം എൻ്റെ ഹൃദയത്തെ പിളർന്നു, ദൈവവചനം എൻ്റെ ഉള്ളത്തെ കീറി മുറിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹൃദയത്തെ കീറി മുറിക്കുന്ന വചനം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവമേ, ആ അത്ഭുതമൊന്ന് നടന്നു. കർത്താവ് എൻ്റെ ഹൃദയത്തിലേക്ക് നടന്നു കയറി. സ്തോത്രം. അക്ഷരികമായി നടന്നു കയറി. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ മനസ്സിലാവില്ലായിരിക്കും. അക്ഷരികമായി യേശുക്രിസ്തു നടന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് കയറി വന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ പൂട്ട് തുറന്ന് അവൻ്റെ അകത്ത് കയറി. ദൈവത്തിന് സ്തോത്രം. നാളുകളായി നിരാശ കൊണ്ട് പൂട്ടിയിട്ടിരുന്ന ഹൃദയം, നിരാശ കൊണ്ട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു ഹൃദയം. തുറക്കാൻ വയ്യാതെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് പറഞ്ഞ് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഇനി നല്ലൊരു കാലം വരികയില്ലെന്ന് പറഞ്ഞ് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ആ പൂട്ട് കർത്താവ് ശക്തി പ്രയോഗിച്ച് തുറന്ന്, അത്ഭുത ശക്തിയാൽ പൂട്ട് തുറന്ന് കർത്താവ് അകത്ത് കടന്നു. കർത്താവോടെ ഇരിപ്പുറപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. യേശുക്രിസ്തുവോടെ ഇരിപ്പുറപ്പിച്ചു. ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ ഉള്ളം കുളിർക്കുന്നുണ്ട്. എന്തൊരു ഭാഗ്യമായിപ്പോയി. ഉടനെ പലരും കളിയാക്കി, പലരും ഒട്ടേറെ പരിഹാസം ഏൽക്കേണ്ടി വന്നു, ഒട്ടേറെ. ആ കാലങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. ഞാനൊരു ഒറ്റപ്പെട്ട മനുഷ്യനായിപ്പോയി. എല്ലായിടത്തും ഒരു ഒറ്റപ്പെട്ട അനുഭവം. നിന്ന, ആക്ഷേപം, പരിഹാസം ഇതെല്ലാം ഏറ്റു. എനിക്കെന്തോ ഒരു വലിയ മണ്ടത്തരം പറ്റിയെന്ന് ചിന്തിച്ച ആളുകളുണ്ട്, ഞാൻ വലിയ അബദ്ധത്തിൽ പോയി എന്ന് ചിന്തിച്ച ആളുകളുണ്ട്, എനിക്ക് അതുകൊണ്ട് വലിയ കെടുതി പറ്റിയെന്ന രീതിയിൽ കണ്ട ആളുകളുണ്ട്, എന്നെ പരിഹസിച്ച് പുച്ഛിച്ച ആളുകളുണ്ട്. ധാരാളം ദൈവത്തിന് സ്തോത്രം. എന്നാൽ അന്ന് ഞാൻ ആ പീഡയുടെയും പരിഹാസത്തിൻ്റെ ഇടയ്ക്ക് സമാധാനം കിട്ടിയത് ഫെലോഷിപ്പിലായിരുന്നു. അന്ന് ഈ വലമ്പൂർ പള്ളിയിൽ ഒരു ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു, കുറച്ചാളുകൾ മാത്രം. ദൈവത്തിന് സ്തോത്രം. ഒരു ചെറിയ ഫെലോഷിപ്പ്, ഒരു 10-12 പേര് മാത്രമുള്ള. അവരെല്ലാം പക്ഷേ വലിയ വിദ്യാഭ്യാസമുള്ളവരായിരുന്നില്ല, പക്ഷേ ആത്മീക മല്ലന്മാരായിരുന്നു. ആത്മീക മല്ലന്മാരായ, പ്രാർത്ഥനാ വീരന്മാരായ ചില അനുഗ്രഹീതരായ ദൈവപുരുഷന്മാർ അന്നിവിടെ ഉണ്ടായിരുന്നു. എനിക്കെന്തൊരു ബഹുമാനമായിരുന്നു അവരെ കാണുന്നത് ബഹുമാനം. അവരെ കാണുമ്പോഴേക്കും എൻ്റെ ഉള്ള കിടുകിടുക്കും, ഞാൻ പോയി കരയാൻ തുടങ്ങും, എൻ്റെ കണ്ണ് നിറയും. കാരണം എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ സ്നേഹം അവരോട്. എന്തൊരു സന്തോഷമായിരുന്നു അന്ന്. അവിടെ ഞങ്ങൾ പള്ളിയിൽ വിശുദ്ധ കുർബാന കഴിഞ്ഞ് അവിടെ പള്ളിയകത്ത് തന്നെ, വേറെ വലിയ സൗകര്യങ്ങളില്ല പള്ളിക്കന്ന്, അന്ന് പള്ളിയകത്ത് തന്നെ ഞങ്ങൾ കൂടിയിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. പിന്നീട് സൺഡേ സ്കൂൾ ബിൽഡിംഗ് ഉണ്ടായപ്പോൾ സൺഡേ സ്കൂൾ ബിൽഡിങ്ങിൽ കൂടിയിരിക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ഫെലോഷിപ്പിൽ വരുമ്പോൾ സന്തോഷമായി, ഫെലോഷിപ്പിൽ വരുമ്പോൾ സന്തോഷം. അവിടെ ഒരു സന്തോഷം കിട്ടി, അവിടെ സമാധാനം കിട്ടി, അവിടെ ഒരു ഒത്താശ കിട്ടി. കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ ചില ദൈവങ്ങളുണ്ടായി. എല്ലാം തുറന്നു പറയാം, എല്ലാം എന്ത് പ്രയാസം ഉണ്ടായാലും തുറന്നു പറയാം. അവരെന്നോട് പറയുന്നു, ഞാൻ അവരോട് പറയുന്നു. അങ്ങനെ ഒരു ഫെലോഷിപ്പ് കിട്ടി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് എന്നുള്ള അർത്ഥത്തിലല്ല, ആത്മീയമായ കൂട്ടായ്മ. ഒരു വിശ്വാസിക്ക് കൂടിയേ കഴിയൂ ആത്മീയമായ കൂട്ടായ്മ. ആത്മീയമായ കൂട്ടായ്മ ഇല്ലെങ്കിൽ വിശ്വാസി വളരുകയില്ല, വിശ്വാസി നിലനിൽക്കുകയുമില്ല. ഒരു നല്ല കൂട്ടായ്മയുടെ പിൻബലമില്ലെങ്കിൽ നിലനിൽക്കാൻ സാധിക്കുകയില്ല, നമ്മൾ തളർന്നു പോകും. ഒരു കൈത്താങ്ങൽ നമുക്ക് ആവശ്യമാണ്, നമ്മളെ പിടിച്ചു നടത്താൻ ചില ദൈവമക്കൾ ആവശ്യമാണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, അവർ സ്നേഹിച്ച സ്നേഹം എന്ന് പറയുന്നത് കർത്താവിൻ്റെ സ്നേഹമായിരുന്നു. കർത്താവ് അവരിൽ കൂടി എന്നെ സ്നേഹിച്ചതുകൊണ്ട് ഞാൻ നിലനിന്നു, അവരിൽ കൂടി കർത്താവ് എന്നെ തഴുകിയതുകൊണ്ട് ഞാൻ നിലനിന്നു. മണിക്കൂറുകളിലിരുന്ന് എന്നോട് സംസാരിക്കുമായിരുന്നു, മണിക്കൂറുകളിലിരുന്ന് എനിക്ക് ഉപദേശങ്ങൾ തരുമായിരുന്നു. എന്തൊരു വിലപ്പെട്ട ജീവിതമായിരുന്നു ആ കാലങ്ങളിൽ. എന്തൊരു ലഹരി പിടിച്ച ജീവിതമായിരുന്നു, ആത്മാവിൻ്റെ ലഹരി. പാവമൊന്നും എടുക്കാതായി, ഒരു പാവവും വരില്ല, ഒരു പാവത്തിന് ചിന്തയെ വരുന്നില്ല, കോപം വരുന്നില്ല, ഇഷ്ടക്കുറവ് വരുന്നില്ല, മുഴച്ചിൽ വരുന്നില്ല, പരിഭവം വരുന്നില്ല. ഹൃദയം അങ്ങ് നിഷ്കളങ്കമായി, ഹൃദയം അങ്ങ് സ്വച്ഛമായി തീർന്നു, ഹൃദയം നിർമ്മലമായി തീർന്നു. ഒരു പാപത്തിൻ്റെ പോരാട്ടം പോലും ഇല്ലാത്തതുപോലെയായി തീർന്നു ആ കാലം. യൗവനത്തിൻ്റെ ആരംഭത്തിൽ അതങ്ങനെ കിട്ടിയതുകൊണ്ട് എന്തൊരു ഭാഗ്യം. യൗവനത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഈ കൂട്ടായ്മ കിട്ടിയതുകൊണ്ട് അതുകൊണ്ട് ഏറെ തിന്മകളിലേക്കൊന്നും പോകാനിടയായില്ല, പ്രകടമായ പാപങ്ങളിലേക്ക് പോകാനിടയായില്ല. ഇല്ലെങ്കിൽ ഒരുപക്ഷേ ഞാൻ പാവത്തിലേക്ക് പോകുമായിരുന്നു എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് ഒരു കൂട്ടായ്മ കിട്ടിയതുകൊണ്ട് ഒരു വല്ല വേലിക്കെട്ടിനകത്തായി, ഞാൻ ഒരു വേലിക്കുള്ളിലായി, കൂട്ടായ്മയുടെ വേലിക്കെട്ടിനകത്ത് ഞാൻ ഭദ്രമായി സുരക്ഷിതമായി നിന്നു. ഇന്ന് ഇത് കേൾക്കുന്ന നിങ്ങളോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങളുടെ നാട്ടിൽ ഒരു കൂട്ടായ്മ കൂടിയേ കഴിയൂ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു കൂട്ടായ്മ കൂടിയേ കഴിയൂ. ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ കുറേ ദൈവമക്കൾ കൂടിയേ കഴിയൂ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ദൈവമക്കളുള്ള ദേശം അനുഗ്രഹിക്കപ്പെട്ട ദേശമാണ്. ഒരു നല്ല കൂട്ടായ്മയുള്ള ദേശം അനുഗ്രഹിക്കപ്പെട്ട ദേശമാണ്. ദൈവത്തിന് സ്തോത്രം. കൂട്ടായ്മയിലേക്ക് വരിക, കൂട്ടായ്മയിലേക്ക് മറ്റുള്ളവരെ വിളിക്കുക, കൂട്ടായ്മയിലേക്ക് വന്ന് അനുഗ്രഹം പ്രാപിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. 1 ഡെഡിക്കേഷൻ, 2 പേഴ്സിക്യൂഷൻ, 3 ഫെലോഷിപ്പ്. കന്യാമാതാവോട് ചെന്നു. വായിക്കാം 41 വാക്യം മുതൽ. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ
പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിശബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. കന്യമറിയാം അവിടെ ചെന്ന് എലിസബത്തിനെ കണ്ട ഉടനെ എലിസബത്ത് പറയുകയാണ്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. എന്താണ് പറയാൻ കാരണം? നിന്നിലുരുവായ പ്രജ വിശുദ്ധ പ്രജയാണ്. സാക്ഷാൽ നിത്യനായ ദൈവമാണ് നിൻ്റെ അകത്ത് പ്രവേശിച്ചിരിക്കുന്നത്. നിത്യനായ ദൈവത്തിനാണ് നിൻ്റെ അകത്ത് വാഴുന്നത്. നിൻ്റെ അകത്ത് ഉരുവായിരിക്കുന്നത് നിത്യനായ തേജോമയനായ രാജകുമാരനാണ്. സ്തോത്രം. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. നാട്ടിൽ അവമാനിതയായി പോയപ്പോൾ കൂട്ടായ്മയിൽ വന്നപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവളായി മാറി. അവളുടെ ജീവിതത്തിൽ ആശ്വാസം പകരാനുള്ള വാക്കുകൾ കൂട്ടായ്മയിൽ നിന്ന് കിട്ടി. കൂട്ടായ്മയിൽ വന്നപ്പോൾ അവൾക്ക് ആ ഫെലോഷിപ്പിൽ നല്ല വാക്കുകൾ കിട്ടി, നല്ല ധന്യമായ അനുഗ്രഹങ്ങൾ കിട്ടി, ആശസ്സുകൾ കിട്ടി. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ മാതാവല്ലേ വന്നിരിക്കുന്നത്. നീ കേവലം ഒരു യുവതിയല്ല, എൻ്റെ കർത്താവിൻ്റെ മാതാവാണ്. നിത്യനായ ദൈവം ഉരുവാകുവാൻ ദൈവം തിരഞ്ഞെടുത്ത പാത്രമാണ് നീ. നിത്യനായ ദൈവം സ്വർഗ്ഗലോകം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് വാഴുവാനും ഒതുങ്ങി നിൽക്കുവാനും നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നീ ഭാഗ്യവതിയാണ്. ഞാനും ഭാഗ്യവതിയായിരിക്കുന്നു. നീ വന്ന് എന്നെ വന്ദനം ചെയ്തപ്പോൾ പിള്ള എൻ്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. 6 മാസം പ്രായമായ ഒരു ശിശു എൻ്റെ ഗർഭത്തിലുണ്ട്. ആ ശിശു ആനന്ദം കൊണ്ട് തുള്ളി. ഗർഭത്തിലുള്ള ശിശു ഈ കന്യമറിയാവിൻ്റെ ഉദരത്തിലുള്ള ശിശുവിനെ തിരിച്ചറിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. സാക്ഷാൽ ദൈവമാണ്, സാക്ഷാൽ രക്ഷകനാണ് കന്യമറിയാവിൻ്റെ ഉദരത്തിൽ പിറന്നിരിക്കുന്നതെന്ന് ആ എലിസബത്തിൻ്റെ ഉദരത്തിലുള്ള ശിശുവിന് മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കൂട്ടായ്മയിൽ വരുമ്പോൾ പരസ്പരം മനസ്സിലാകും. കൂട്ടായ്മയിൽ വരുമ്പോൾ പരസ്പരം മൂല്യം മനസ്സിലാകും, പരസ്പരം വില മനസ്സിലാകും. കൂട്ടായ്മയിൽ വരുമ്പോൾ ഓരോരുത്തർക്കുള്ള വില എന്തായെന്ന് മനസ്സിലാകും. കർത്താവിന് സ്തോത്രം. മൂല്യവത്താണ് ജീവിതം, വിലയേറിയതാണ് ജീവിതമെന്ന് നമുക്ക് മനസ്സിലാകും. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? നിൻ്റെ വന്ദനസ്വരം എൻ്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എൻ്റെ ഗർഭത്തെ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. നിനക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞല്ലോ, കർത്താവ് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന്. നീ ഭാഗ്യവതിയാണ്. നാട്ടിൽ നിർഭാഗ്യവതി എന്ന് വിളിക്കപ്പെട്ടവൾ, നാട്ടിൽ തെറ്റുപറ്റികളെന്ന് വിളിക്കപ്പെട്ടവൾ, ഇപ്പോഴിവിടെ വന്നപ്പോൾ നീ ഭാഗ്യവതി തന്നെയാണ്. നീ അനുഗ്രഹീതയാണ്. നീ ഭാഗ്യവതിയാണ്. കർത്താവ് നിന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ നിനക്ക് കഴിഞ്ഞല്ലോ. നീ ഭാഗ്യവതി എന്ന് എലിസബത്ത് പറഞ്ഞു. അപ്പോൾ മറിയാം പറഞ്ഞത് എന്തെന്നാൽ, അടുത്ത വാക്യം. അപ്പോൾ മറിയ പറഞ്ഞത്, എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അവൻ്റെ നാമം പരിശുദ്ധം തന്നെ. ദൈവത്തിന് സ്തോത്രം. കന്യമാതാവ് അപ്പോൾ പറയുകയാണ്, ഇതാ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. എല്ലാ തലമുറകളും, തലമുറ കഴിഞ്ഞു പോകും. എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഈ തലമുറ കൊണ്ട് എൻ്റെ പേര് തീർന്നു പോവില്ല. അടുത്ത തലമുറയിലേക്ക്, വരുംകാല തലമുറകളിലേക്ക് എൻ്റെ പ്രശസ്തി ചെല്ലും. നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഈ പ്രശസ്തി നിലനിൽക്കും. ദൈവത്തിന് സ്തോത്രം. എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഞാൻ താഴ്മയുള്ളവളാണ്, ഞാൻ താഴ്ച വന്നവളാണ്, ഞാൻ സാധുവാണ്. കർത്താവ് എന്നെ കടാക്ഷിച്ചു. എൻ്റെ താഴ്ചയിൽ നീ എന്നെ ഓർത്തു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ താഴ്ചയിൽ നീ എന്നെ ഓർത്തു. അവൻ തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ച് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. കന്യമാതാവും എലിസബത്തും ചേർന്ന് ഒരുമിച്ച് അവിടെ ആനന്ദിച്ച് ഫെലോഷിപ്പിൽ ആരാധന തുടങ്ങി, വർഷിപ്പ് തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ഫെലോഷിപ്പിൽ വർഷിപ്പ്. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്നേഹിതരെ, ഈ യേശു ക്രിസ്തു നിങ്ങൾ ഉരുവായി എന്നുള്ള ഉറപ്പ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് വർഷിപ്പ് തുടങ്ങാം, നിങ്ങൾക്ക് ആനന്ദിച്ച് തുള്ളാം. സ്തോത്രം. നമ്മുടെ താഴ്ചയിൽ നിന്ന് ഓർത്തവന് സ്തോത്രം ചെയ്യുകയും അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. യേശു ക്രിസ്തു തമ്മിൽ ഉരുവാകുമ്പോൾ നമുക്ക് വർഷിപ്പ് ചെയ്യാം, നമുക്ക് ആരാധിക്കാം. നമ്മുടെ മ്ലാനതകൾ മാറും, നമ്മുടെ വാട്ടങ്ങൾ മാറും, നമ്മുടെ കേടുകൾ മാറും, നമ്മുടെ ക്ഷീണങ്ങൾ മാറും. നമുക്ക് ആനന്ദവായ്പോടെ ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ സ്തുതിക്കാം. എൻ്റെ ദേഹി എൻ്റെ രക്ഷിതാവായി ദൈവത്തെ ഉല്ലസിക്കുന്നു. അവൻ തന്നെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എൻ്റെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. അവിടെ ആരാധന തുടങ്ങുകയാണ്. വർഷിപ്പ്, ആരാധന. ഫെലോഷിപ്പ് ഉള്ളിടത്ത് വർഷിപ്പുണ്ട്.
ദൈവത്തിന് സ്തോത്രം. ഡെഡിക്കേഷൻ വന്നാൽ ഉടനെ പേഴ്സിക്യൂഷൻ വരും. പേഴ്സിക്യൂഷൻ വന്നാൽ ഉടനെ ഫെലോഷിപ്പിലേക്ക് ഓടിക്കൊള്ളുക. ഫെലോഷിപ്പിൽ വർഷിപ്പുണ്ട്, വർഷിപ്പിൽ പങ്കുചേരുക. കർത്താവിന് സ്തോത്രം. 4 വാക്കുകൾ പറഞ്ഞു. 1 ഡെഡിക്കേഷൻ, 2 പേഴ്സിക്യൂഷൻ, 3 ഫെലോഷിപ്പ്, 4 വർഷിപ്പ്. ദൈവത്തിന് സ്തോത്രം. ഈ വാക്കുകൾ ഓർത്തില്ലെങ്കിൽ സാരമില്ല. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, എനിക്ക് എൻ്റെ കർത്താവിനെ ഒന്ന് ആരാധിക്കണമല്ലോ. എൻ്റെ താഴ്ചയിൽ എന്നെ ഓർത്ത് എൻ്റെ കർത്താവിനെ എനിക്കൊന്ന് സ്തുതിക്കണമല്ലോ. എന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ കർത്താവിനെ സ്തുതിക്കണമല്ലോ. ഇത്രയും വർഷം ഈ ഭൂമിയിൽ നിൽക്കാൻ എനിക്ക് ആയുസ് തന്ന് എൻ്റെ യേശുവിനെ എനിക്കൊന്ന് വാഴ്ത്തി പാടണമല്ലോ. എൻ്റെ നിസ്സാരതയിൽ എന്നെ സന്ദർശിച്ച യേശുവിനെ ഒന്ന് സ്തുതിക്കണമല്ലോ. എൻ്റെ അല്പത്വത്തിൽ എന്നെ കണ്ട് എന്നെ വിളിച്ച എൻ്റെ യേശുവിനെ എനിക്കൊന്ന് സ്തുതിക്കണമല്ലോ. എൻ്റെ കർത്താവേ, എൻ്റെ ആരോഗ്യമില്ലാത്ത ശരീരത്തിൽ ആരോഗ്യം പകർന്ന് യേശുവിനെ എനിക്കൊന്ന് വാഴ്ത്തണമല്ലോ. എൻ്റെ കർത്താവേ, എൻ്റെ ആയുസ് നീട്ടി തന്ന യേശുവിനെ എനിക്ക് സ്തുതിക്കണമല്ലോ. എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ആരോഗ്യത്തോടെ പുറത്ത് കൊണ്ടുവന്ന യേശുവിനെ എനിക്കൊന്ന് സ്തുതിക്കണമല്ലോ. കർത്താവേ, അസാധ്യതകളെ സാധ്യമാക്കി തന്ന എൻ്റെ പ്രിയനെ എനിക്കൊന്ന് സ്തുതിക്കണമല്ലോ. കർത്താവേ, ഞാൻ പലതും മറന്നുപോയി. നീ ചെയ്ത അനുഗ്രഹങ്ങൾ മറന്നുപോയി. കർത്താവേ, ഇനി നന്ദി കെട്ടവനായി പോയി. ഇത്രയും കാലം നന്ദി ഇല്ലാത്തവനായി ഞാൻ ജീവിച്ചു പോയി. നീ എൻ്റെ ജീവിതത്തിൽ എന്താണ് ചെയ്തതെന്ന് ഞാൻ മറന്നുപോയി. എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ കർത്താവേ, ഞാൻ ധ്യാനിക്കുന്ന സമയത്ത് നിന്നോട് ഞാൻ പറയുകയാണ്. കർത്താവേ, ഞാൻ എന്താ മടങ്ങി വരുന്നു. കർത്താവേ, ഞാൻ തിരുമുമ്പാകെ മടങ്ങി വരുന്നു. ഞാൻ നിന്നെ ഒന്ന് ആരാധിക്കട്ടെ. താഴ്ചയിൽ ഓർത്തവനായി നിന്നെ ഒന്ന് ആരാധിക്കട്ടെ. സകല തലമുറകളും ഭാഗ്യവതിയെ നിന്നെ വാഴ്ത്തുമെന്ന് പറഞ്ഞ മറിയാമിനോട് ചേർന്ന് ഞാൻ നിന്നെ ഒന്ന് ആരാധിക്കട്ടെ. വിശുദ്ധന്മാരുടെ നിരയിൽ നിന്ന് ഞാൻ നിന്നെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നിങ്ങൾ എൻ്റെ താഴ്ചയിൽ ദൈവം നിന്നെ ഓർത്തുവെന്ന്, താഴ്ചയിൽ ദൈവം കടാക്ഷിച്ചെന്ന് വിശ്വാസമുണ്ടെങ്കിൽ, ദൈവം നിങ്ങളെ കാണുന്നുവെന്ന്, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്ന വിശ്വാസമുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ദയവായി നിങ്ങളുടെ തലകൾ വണക്കിക്കൊണ്ട് കർത്താവ് പറയൂ, കർത്താവേ, നീ എന്നെ സ്നേഹിച്ചു, ഇന്ന് നീ എന്നെ സ്നേഹിക്കുന്നു. എൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി നീ കുരിശിൽ മരിച്ചിരിക്കുന്നു. കർത്താവേ, എൻ്റെ പാപം പേറി നീ കുരിശിൽ മരിച്ചിരിക്കുന്നു. നിൻ്റെ കുറ്റമില്ലാത്ത രക്തം എനിക്ക് വേണ്ടി നീ ഒഴുക്കിയിരിക്കുന്നു. ആ പരിശുദ്ധ രക്തത്തിൽ ഇപ്പോൾ എന്നെ കഴുകണമേ. ആ പരിശുദ്ധ രക്തത്തിൽ എൻ്റെ കഴിഞ്ഞകാല പാപങ്ങളും എൻ്റെ ജീവിതത്തിൽ ഒന്ന് പോയ ശാപങ്ങളും എല്ലാം മാറ്റി എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണമേ, എന്നെ പുതുക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. ഇപ്പോൾ തന്നെ നിങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങളെ കൊടുത്തുകൊണ്ട് ആരാധനയിൽ പങ്കുചേരൂ. കർത്താവെ, അനുഗ്രഹിക്കണമേ. നാഥ, എന്നെ നിൻ്റെ സ്തുതിയിൽ പങ്കുചേരുവാനുള്ള കൃപ തന്ന് എന്നെ വാഴ്ത്തണമേ. നിൻ്റെ ആണിപ്പാടുള്ള കരയുടെ തലയിൽ വെക്കണമേ. എൻ്റെ ശിരസിന്മേൽ നിൻ്റെ തൃക്കരം വെച്ച് എന്നെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കൂ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി സ്തോത്രം. സ്വർഗീയ ആരാധനയിലേക്ക് ഞങ്ങൾ വിളിച്ചതിനായി സ്തോത്രം. സ്വർഗീയ ആരാധനയിൽ പങ്കുചേരാൻ ഞങ്ങൾക്ക് ഭാഗ്യം തന്നതിനായി സ്തോത്രം. സാക്ഷാൽ ഫെലോഷിപ്പിൻ്റെ മാധുര്യം എന്തായെന്ന് അനുഭവിപ്പാൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. എല്ലാവരെയും കൃപയിൽ പൊതിയണമേ, അനുഗ്രഹിക്കണമേ. അടുത്ത രണ്ടാമത്തവരെ വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ.